ലൂസിഫർ മൂവി ഇറങ്ങിയതിനു ശേഷമാണ് ഇലുമിനാറ്റി എന്നുള്ള പേര് നമ്മൾ കൂടുതലായി കേൾക്കാൻ തുടങ്ങിയത്. ശരിക്കും ഇലുമിനാറ്റി എന്നൊരു ഗ്രൂപ്പ് ഉണ്ടോ, അല്ലെങ്കിൽ ശരിക്കും ആരാണ് ഇലുമിനാറ്റി? പണ്ട് ഇലുമിനാറ്റി എന്ന പേരിൽ ഒരുപാട് കേട്ടിരുന്നത്, അല്ലെങ്കിൽ പല ഓൺലൈൻ ഫോറംസിലൊക്കെ ഉണ്ടായിരുന്നത് രണ്ട് പേരുകളാണ് മെയിനായിട്ട്: റോത്ത് ചൈൽഡും അതുപോലെ റോക്ക് ഫെല്ലർ. അവർ വർഷങ്ങൾക്ക് മുമ്പേ മുൻനിരയിൽ നിന്ന രണ്ട് ബിസിനസ് ഗ്രൂപ്പുകളാണ്, ഒരെണ്ണം അമേരിക്കയിലുള്ളതും ഒരെണ്ണം ജർമ്മനിയിലുള്ളതും. പക്ഷേ ഇന്നത്തെ ഒരു കാലഘട്ടം നോക്കുകയാണെങ്കിൽ ഈ രണ്ട് കമ്പനികളും അത്ര ഇമ്പോർട്ടൻസ് ഉള്ള കമ്പനികളല്ല. അപ്പോൾ ശരിക്കും ആരാണ് ഇലുമിനാറ്റി? അപ്പോൾ ഇലുമിനാറ്റി എന്ന് പറയുന്നത് ശരിക്കും ഒരു വിളിപ്പേരാണ്. ശരിക്കും അങ്ങനെ ഒരു പർട്ടിക്കുലർ ഒരു ഗ്രൂപ്പിനെ മാത്രം നമുക്ക് ഇലുമിനാറ്റി എന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് തലമുറകളായിട്ട് കൈമാറി പോകുന്ന ഒരു വ്യവസ്ഥയാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു കാലഘട്ടം അനുസരിച്ച് സാമാന്യ ബുദ്ധി വെച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ആദ്യം പറഞ്ഞ പേരുകളായ റോത്ത് ചൈൽഡിനോ അല്ലെങ്കിൽ റോക്ക് ഫെല്ലർ ഫാമിലിക്കൊന്നും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അധികം സ്വാധീനം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ടെക്നോളജി യുഗത്തിലാണ്. അപ്പോൾ ഇന്ന് ടെക്നോളജി യുഗത്തിൽ ഏറ്റവും പവർഫുള്ളായ ആൾക്കാർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പവർഫുൾ മെൻ എന്ന് പറയുന്നത്, ഇന്ന് ലോകത്തിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന ടെക്നോളജി കമ്പനികളെ നയിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഇലുമിനാറ്റി എന്നൊരു പദം നമുക്ക് യൂസ് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായത് ടെക്നോളജി കമ്പനികൾ നയിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെയാണ് നമുക്ക് ഇന്ന് ഇലുമിനാറ്റി എന്ന് ശരിക്കും വിളിക്കാൻ പറ്റുന്നത്.